പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് ആരാധന, ദൈവത്തിന് പുകഴ്ച, സകല മാനവും മഹത്വവും സ്തോത്രത്തിനും യോഗ്യനായ ഏകസത്യ നിത്യദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം, വിശുദ്ധ വന്ദനം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ആമേൻ. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ കഥാകുന്നു. ആ ദൈവം സർവശക്തനാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഹല്ലേലൂയ വചനം ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം 25-ാം വാക്യം മുതൽ, ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും, ഞാൻ ആരോട് തുല്യനാകുമെന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവൻ. ഇവയെ സൃഷ്ടിച്ചതാരെ? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വീര്യം, മഹത്വവും നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിപത്യ നിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞു കാണുകയില്ല. എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നുവെന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലേ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുകയും ആമേൻ ബലമില്ലാത്തവന് ബലം വർദ്ധിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചും തളർന്നും പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഒരു ദൈവഭക്തൻ്റെ ആ ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഇവയൊക്കെ. ഹല്ലേലൂയ. വിശ്വസ്തയോടും നേരോടും ദൈവകൃപയോടും നിൽക്കുന്ന ഒരു ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 25-ാം അധ്യായം മുതൽ 31-ാം വാക്യം വരെ. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ ക്ഷീണിച്ചു പോകുന്ന, തളർന്നു പോകുന്ന, മടുത്തു പോകുന്ന, ആമേൻ രോഗത്താലും ആമേൻ സാമ്പത്തിക ഞെരുക്കത്താലും ബുദ്ധിമുട്ടിനാലും ലോക ഇമ്പത്തിലും ആമേൻ മനുഷ്യൻ തള്ളിക്കളഞ്ഞതിനാലും മാതാപിതാക്കന്മാർ ഉപേക്ഷിച്ചതിനാലും ആമേൻ ഭർത്താവ് ഇട്ടേച്ചു പോയതിനാലും ഹല്ലേലൂയ ആമേൻ ഏത് പ്രയാസമായിക്കോട്ടെ, ഇവയിലൊക്കെ നിൽക്കുന്ന ഒരു ദൈവം ഇതിന് പറയാൻ കഴിയും, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. അതെ, ദൈവം തമ്പുരാൻ ആമേൻ നിനക്കറിഞ്ഞുകൂടിയോ? നീ കേട്ടിട്ടില്ലയോ? ഞാൻ നിത്യദൈവം. ഹല്ലേലൂയ. ആ നിത്യദൈവത്തെ ആമേൻ ഹല്ലേലൂയ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ദൈവത്തിൻ്റെ ജനത്തിനൊരു വിശുദ്ധ ദിവസം ലഭിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആനന്ദത്തോടെ ആമേൻ, സന്തോഷത്തോടെ ആമേൻ, ദൈവകൃപയോടെ, പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കാം. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ, എൻ്റെ പ്രാണവല്ലവൻ, എൻ്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ, എൻ്റെ പ്രാണവല്ലവൻ, എൻ്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ. ആ ദൈവം, എൻ്റെ കൂടെയുള്ള ദൈവം നിൻ്റെ കൂടെയുണ്ട്. സഹോദര, സഹോദരി, ഇന്ന് ഹല്ലേലൂയ ദൈവത്തെ, ഈ വിശുദ്ധ ദൈവത്തെ, ഈ സത്യദൈവത്തെ ആരാധിപ്പാൻ നിന്നെ ഞാൻ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഭൂലോകമെമ്പാടുമുള്ള വിശുദ്ധ ആരാധനയെ അനുഗ്രഹിക്കണമേ. എല്ലാ വിശുദ്ധ ദൈവജനത്തെ അനുഗ്രഹിക്കണമേ. അമ്മേ, ദേശം, ദൈവസഭ, ദൈവമക്കൾ, കൂട്ടു സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സഭയാകുടുംബങ്ങൾ, അയൽവാസികൾ, ദേശവാസികൾ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്നേഹിതർ, എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കും, സഹായിക്കും, നിറയ്ക്കും, നിലനിർത്തും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ. സർവശക്തരെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്തീയ വന്ദനം. ആമേൻ, 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 ആമേൻ.